റോമൻ, ഡച്ച് വാസ്തുവിദ്യ ശൈലികളുടെ സമന്വയമാണ് ഈ കെട്ടിടം. കെട്ടിടത്തിന്റെ പണി പൂർത്തിയായത് 1869 ജൂലൈ 8-നാണ്. ഓഗസ്റ്റ് 23-നാണ് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ സെക്രട്ടേറിയറ്റ് ചിത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ് ചെലവായതെന്നാണ്. എന്നാൽ ഏകദേശം 1,70,000 രൂപയാണ് യഥാർത്ഥ എസ്റ്റിമേറ്റ് എന്നാണ് പറയപ്പെടുന്നത്. സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് തിരുവിതാംകൂറിന്റെ അവസാന രാജാവായിരുന്ന ചിത്തിര തിരുനാൾ സ്ഥാനാരോഹണം നടന്നത്. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് മുമ്പ് 1939 മുതൽ കേരള സംസ്ഥാന നിയമസഭയിൽ സെക്രട്ടേറിയറ്റിനകത്താണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് മാറ്റങ്ങൾ സെക്രട്ടേറിയറ്റിന് സംഭവിക്കുന്നത്. 1971-ൽ 10.49 ലക്ഷം രൂപയ്ക്ക് സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കും 1974-ൽ 10 ലക്ഷം രൂപയ്ക്ക് നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കും നിർമ്മിച്ചു. 1982-ൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന നോർത്ത് ബ്ലോക്കും നിലവിൽ വന്നു. ഇതിന് ഏകദേശം ചിലവായത് 67.63 ലക്ഷം രൂപയാണ്. സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനും ഡിസ്പെൻസറിയും 1968-69 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കുകയും ചെയ്തു. KR ഗൗരിയമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീടാണ് 2 അനക്സ് ബ്ലോക്കുകളും നിർമ്മിച്ചത്.